ഫലമായി അതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള അനുഭവങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ അപൂർവമായ പ്രാർത്ഥന, അതായത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിച്ചത്. എല്ലാം ഒരു വെളിപാട് പോലെയാണ്. ഇപ്പം എത്രയോ മനുഷ്യരാണ് ഈ ആഴ്ചയിൽ കൗൺസിലിങ്ങിൽ വന്നത്. എത്രയോ, അതായത് സഭയുടെ എല്ലാ മലപ്പുറത്തുനിന്ന് ഇസ്ലാം മതവിശ്വാസികൾ വരെ ഇന്ന് സാക്ഷികൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ല, അവരുടെ മതം ഉപേക്ഷിച്ച് വന്നതല്ല അവരെ, മറിച്ച് അവരുടെ ഒരു പ്രത്യേകമായ സങ്കടകരമായ സാഹചര്യത്തിൽ ഞാൻ ആൾക്കാരെ അദ്ദേഹം പേര് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇതുപോലെ അനേക മക്കൾ അഭയം പ്രാപിക്കുന്നുണ്ട്. എന്താണ്, ഒരു മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മതജീവിതത്തിനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അത്യാഹിതം പിടിച്ച ഈ ഒരു സമയത്ത് ഒരു സന്ധിപ്പിനാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്. ഇപ്പോൾ യാക്കോബൈസുകളും CSIക്കാരും ഓർത്തഡോക്സൊക്കെ ഈ ദിവസം ഞാൻ കൗൺസിൽ ചെയ്ത സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഞാൻ ശരിക്കും 10-30 വർഷമായി കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടെയാണ് വ്യാപകമായ എല്ലാ ജനപദങ്ങളും ഈ ആത്മീയ ശുശ്രൂഷാലയത്തെ സ്നേഹിക്കുകയും ഇതിലേക്ക് അടുത്തു വരികയും ചെയ്യണത്, ആശ്രയിക്കുന്നത് ശരിക്കും. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കത് സാക്ഷ്യം പോലെ പറയാറുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ അടുത്ത പള്ളിയിലിരിക്കുന്ന സമയത്ത് 2016 തോന്നുന്നത്, ഒരു വലിയൊരു സ്വപ്നം കണ്ട്. വലിയ സ്വപ്നം എന്ന് പറയണത് ഇടയ്ക്കൊക്കെ ഞാനത് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഈ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസമുള്ള ആൾക്കാരുടെ അഭയം കാണുമ്പോഴേ ഒരു ഓലച്ചാപ്രയാണ്, ഭയങ്കരമായ ലളിതമായ, അല്ലാതെ ഭയങ്കരമായ ബസിലിക്ക പള്ളി പോലെയുള്ള ഒരു ഓലച്ചാപ്ര, ഒത്തിരി വീതിയും പൊക്കവും നീളവും ഉള്ള നമ്മുടെ പണ്ടത്തെ തിയേറ്ററില്ലേ, സിക്കാസ് തിയേറ്റർ പോലെ ലളിതമായ ഒരു നിർമ്മിതി. കുരിശ് പോലും അതിൻ്റെ മുഖവാരത്തില്ല. ഒരു സ്റ്റീലിൻ്റെ അക്ഷരം കൊണ്ട്, സ്റ്റീല് കൊണ്ട് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗോഡ്, ദൈവം. അന്ന് എനിക്ക് മനസ്സിലായതാണ്, അന്ന് ഉടമ്പടി ഒന്നും തന്നിട്ടില്ലായിരുന്നു, പക്ഷെ അന്ന് എനിക്കറിയാമായിരുന്നു എന്തോ സംതിങ് ഫോർ ഓൾ പീപ്പിൾ, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. എല്ലാവർക്കും പറ്റുന്ന ഒരു അഭയമാകുന്ന എന്തോ ഒന്ന് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ ഉടമ്പടി പ്രാർത്ഥന ദൈവം തന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കരമായ സഭ എന്നോട് ചോദിക്കുമായിരുന്നു വാട്ടിച്ചിട്ടെന്ന്. അപ്പോൾ എന്നോട് ഞാൻ വിശദീകരണത്തിന് വേണ്ടി ബിഷപ്പ് ഹൗസിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതിനൊക്കെ മുമ്പ് തന്നെ അമ്മ എന്താണ് ഉടമ്പടി എന്ന് വ്യക്തമാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുടുംബ അന്തരാളത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അപമാനം അനുഭവിക്കാൻ പോകുന്ന കാനായിലെ കല്യാണ സമയത്ത് എന്ത് ചെയ്യും എന്ന് അവർ അന്താളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ആ വിഷയത്തിൽ അവരറിയാതെ ഇടപെടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ അന്താളിക്കാൻ പോലും ദൈവം ആഗ്രഹിക്കണില്ല എന്ന്. അതാണൊരു ദൈവ മനസ്സ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിൽ വിഞ്ഞ് തീർന്നു പോകുന്നത് ആ വീട്ടുകാരൻ അറിയണില്ല. അയാൾ അറിഞ്ഞു വരുമ്പോൾ അയാൾ ചിലപ്പോൾ അറ്റാക്കായി പോകും ചിലപ്പോൾ അയാൾക്ക്. കാര്യം നമുക്ക് ചോറ് തീർന്നു പോകുന്ന പോലെയുള്ള ഒരു അപമാനകരമായ പ്രശ്നമാണ്. 100 പേര് ചോറ് കഴിക്കാതെ കല്യാണത്തിന് വന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ എന്തൊരു അപമാനമായിരിക്കും. അപ്പോൾ ആ ഒരു അന്താളിപ്പിൽ പെട്ടെന്ന് ഒരു മിന്നൽപ്പിടുത്തം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് പതചാടും. പിന്നെ അയാളെ കുഴഞ്ഞ് താഴെ വീഴും, ചിലപ്പോൾ ചത്തും പോവും. ഹൈ പ്രഷറൊക്കെ ഉള്ളവരും ഹാർട്ട് അറ്റാക്ക് ഉള്ളവരൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്നൊരു മിന്നൽ കിട്ടിയാൽ മതി അവർക്ക്. അതുപോലെ പക്ഷെ അങ്ങനെ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത കൊണ്ടാണ് നിനക്ക് അമ്മയെ തക്ക സമയത്ത് തക്ക സ്ഥാനത്ത്
ദൈവം തന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ സ്തുതി ഹല്ലേലൂയ 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 നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ, നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ വിഞ്ഞ് തീർന്നു പോയി എന്ന് ആ സമയത്ത് അറിഞ്ഞാൽ ആ മനുഷ്യൻ അന്താളിക്കും. ആ ഒരു അന്താളിപ്പ് നമ്മുടെ ഉള്ളിലെത്തും മുമ്പ് തന്നെ ദൈവം അമ്മയെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ സീറ്റിംഗ് ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ ദൈവക്രമം എന്താണ്? ഫാമിലി രൂപപ്പെടുന്ന മുമ്പേ അമ്മയെ അവിടെ ദൈവം അതിൻ്റെ ഒരു ഘടകമായി ക്രമീകരിക്കുന്നു. ഒരു മണവാളിനും മണവാട്ടിയും അവർ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കുടുംബമാക്കുന്ന, കുടുംബത്തിൻ്റെ എല്ലാ ആകുലതകളും എല്ലാ ആശങ്കകളും സംഭവിക്കാൻ പോകുന്ന അന്താളിപ്പുകളെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരറിയാതെ അതിന് പരിഹാരം ചെയ്യാൻ അമ്മയെയാണ് ആദ്യം ആ കുടുംബത്തിലെ ദൈവം സ്ഥാപിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദൈവപൈതലെ നീ ദൈവസ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഈ കുടുംബക്രമീകരണമില്ലേ, അമ്മ ആദ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ആശങ്കകളെ വിവേചിച്ച് ഒരു ചെവി അറിയാതെ അപമാനങ്ങളെ വരുത്താതെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ, അത് ദൈവത്തിൻ്റെ നന്മയാണ്. ദൈവം എന്താ അങ്ങനെ ചെയ്യണത്? അതായത് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപമാനത്തെ അങ്ങ് അത് അനുഭവിക്കുന്ന മുമ്പ് തന്നെ ദൈവം ഏറ്റെടുക്കുക. ഇതിന് എന്താ നമ്മൾ പറയണത്? അത് ദൈവത്തിൻ്റെ നന്മയാണ്. നന്മ, കാര്യം നമ്മളുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം നിയമാവർത്തന പുസ്തകമില്ലേ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4:40 വായിക്കുമ്പോൾ അതിമനോഹരമായൊരു വചനമുണ്ട്. നിയമാവർത്തന പുസ്തകം 4:40. അതായത് ആഖിയാൽ നിങ്ങൾ, ഏറ്റു പറഞ്ഞ മക്കളെ, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ സന്തതികൾക്കും ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോഴേ ഈ നിയമാവർത്തനം 4:40 ഉടമ്പടിയുടെ ഒരു മർമ്മം. എന്താണ്? നന്മയുണ്ടാവുക. ആർക്കൊക്കെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്ക് നന്മയുണ്ടാവുക. അതാരാ ആഗ്രഹിക്കണത്? ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ അമ്മയെ കൊണ്ടുവന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന മുമ്പ് തന്നെ ആ അന്താളിപ്പ് വീട്ടുകാരൻ അനുഭവിക്കുന്ന മുമ്പ് തന്നെ ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് നന്മയെന്ന് പറയുന്നത്. ഈ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് മറിയത്തെ ഒരു ഭവനത്തിൽ ദൈവം സ്ഥാപിക്കുന്നത്. നന്മയുണ്ടാകാൻ ഉടമ്പടി അതാണ് ചെയ്യണത്.
നിങ്ങളുടെ കുടുംബത്തിൽ മറിയത്തെ സ്ഥാപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, പഴയ നിയമത്തിലെ ദൈവം എന്താ പറയണത്? നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് പഴയ നിയമത്തിലെ നിയമാവർത്തനത്തിലെ ദൈവ മനസ്സ്. പുതിയ നിയമത്തിൽ അത് പറയണത് ആരാണ്? അമ്മയാണ് പറയണത്. എന്താ പറയണത്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം യോഹന്നാൻ 2:5 ഇല്ലേ? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക. എന്താ അവൻ പറയണത്? അവൻ പറയണത് ഈ യോഹന്നാൻ 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള യോഹന്നാൻ 2:5 നമ്മൾ നേരത്തെ വായിച്ച നിയമാവർത്തനം 4:40 സെയിമാണ്. രണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നന്മയുണ്ടാവുകയാണ്. അതിൽ പുതിയ നിയമത്തിൽ നന്മയുണ്ടാകാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? മറിയത്തെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മറിയമാണ് പറയണത് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ. എന്ത് തീർന്നു പോയാലും എന്തില്ലായ്മ ഉണ്ടായാലും ഉടമ്പടി ചെയ്യാൻ, ഉടമ്പടി ചെയ്തുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടുത്തോട് ഒട്ടിച്ചേരാൻ വേണ്ടി മറിയത്തെ ദൈവം നന്മയുടെ സൗഭാഗ്യ ചിഹ്നമായി കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്മ ഒരു വൺ ടൈമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. ഉടമ്പടിയുടെ വ്യത്യാസം അതാണ്. ഉടമ്പടി 2 കാര്യങ്ങളെ, അനുഗ്രഹത്തിൻ്റെ 2 തട്ടകങ്ങളെ ഉടമ്പടി സ്പർശിക്കുന്നുണ്ട്. അത് എന്താണ്? ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യാൻ, ഒരു സംഭവം നടക്കാൻ. ഇപ്പോൾ എന്താ ഒരു സംഭവം? ഇപ്പോൾ ഇതൊരു ഇവൻ്റാണ്. ഉടമ്പടി ആരാധന നടക്കുകയാണ്. ഇതൊരു ഇവൻ്റാണ്. ഈ സംഭവം നടക്കാൻ 2 സ്പേസ് വേണം. എന്ത് വേണം? ഒരു ടൈം വേണം. ടൈം എന്ന് പറയണത് ഇപ്പോൾ ആഗസ്റ്റ് 17-ാം തീയതി 11:30 മണിക്ക് ഒരു ടൈമാണത്. അതാണ് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയം. എൻ്റെ സ്പേസ് ഉണ്ട്, ഇതിനൊരു സ്പേസ് ഉണ്ട്. എല്ലാ ഇൻസിഡൻറ്റിനും ഈവൻസിനും 2 ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ സ്പേസ് എന്താണ്? കൃപാസനമാണ് ഇതിൻ്റെ സ്പേസ്. സ്ഥലവും സമയവും, ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് ആസ് പ്ലേസ് ആൻഡ് ടൈം ഒരു ഈവൻറ്റിൻ്റെ കാര്യമാണ് ഇത്. ഇനി നമ്മൾക്ക് ഈവൻറ്റിനെ വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ മാത്രം ബ്ലെസ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ദീർഘകാലത്തെ അങ്ങ് ബ്ലെസ് ചെയ്തെടുക്കാം. ഉടമ്പടിയും സാധാരണ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സാധാരണ പ്രാർത്ഥന നിങ്ങളൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നു എവിടെ, അപ്പോൾ ആ ടൈം അങ്ങോട്ട് ആ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അതങ്ങ് ബ്ലെസ് ചെയ്തെടുക്കും. പക്ഷേ ഇൻ്റർവ്യൂ ബ്ലെസ് ചെയ്തതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം സ്ക്രൂട്ടണിക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണ്ടേ? ഈ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങളെക്കാൾ യോഗ്യരായ ആൾക്കാർ നിങ്ങളെക്കാൾ മുമ്പിൽ വരും. ഇനി ചില സമയത്ത് സാക്ഷ്യം പറയണ്ടേ, അച്ഛാ എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ 4 മാസം വെയിറ്റ് ചെയ്തു. 4 മാസം വെയിറ്റ് ചെയ്തേ. കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പള്ളിയിൽ സഹായിക്കുന്ന ഒരു ഡോക്ടർ, ഇടവക്കാരൻ തന്നെയാണ്, അദ്ദേഹത്തിന് മെഡിക്കൽ സീറ്റ് കിട്ടാഞ്ഞൊരു കാലമുണ്ട് 96 ഡോക്ടർ വർഗീസ്. അപ്പോൾ അതിനെ കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കാശില്ല, എൻ്റെ ഫാദറിനും കാശില്ല. പക്ഷെ ഭയങ്കര കാശുകാർ വന്നാണ് സീറ്റെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോണത്. അതെല്ലാം മാനേജ്മെൻറ്റ് സീറ്റാണ്. മറ്റേ സീറ്റ് വാങ്ങിക്കാൻ ഞാൻ എലിജിബിളല്ല. എന്നിട്ട് ഞാൻ അവൻ്റെ നെഞ്ചത്ത് അന്ന് ഞാൻ പീച്ചിലിന് തടമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം
അപ്പോൾ പള്ളിത്തോട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മുഴുവനും ചെളിയായിരുന്നു. ഇപ്പോൾ ഈ ചെളി തടം വെക്കണം. അപ്പോൾ സമയത്ത് തയ്യലിൻ്റെ ഒരു തൈത്തങ്ങ ഉണ്ടായിരുന്നു. തൈത്തങ്ങിൻ്റെ ഞാട്ടയിൽ ഞാൻ എൻ്റെ കൈ തുടച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ബട്ടൺസ് ഊരി ഞാൻ ഈ വർഗീസിൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ്. ഓമനപ്പുഴക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്ത ഇടവല താമസിക്കും. ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നീ വെയിറ്റ് അപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു ഐഡിയ വെയിറ്റ് ചെയ്യാൻ പറയാനാണ്. പക്ഷെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയാവുന്നല്ലാതെ അതിനുള്ള കാരണങ്ങളില്ല. സീറ്റ് ഓൾറെഡി ഫില്ലായി. പിന്നെ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു ഗ്രീൻ കാർഡ് വരുന്നുണ്ട്, അത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഗ്രീൻ കാർഡ് കർത്താവ് കാണിച്ചു തന്നതാണ്. എന്ത് ഗ്രീനാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. കർത്താവ് കാണിച്ചു. പക്ഷേ ഈ വർഗീസ് എന്ന ഒരു പയ്യനാണ് ഓരോരുത്തരും പോയി വേറെ പഠനങ്ങൾക്കൊന്നും പോകാതെ ഈ ഗ്രീൻ കാർഡും നോക്കിയിരിക്കുക. ഇതിനാണ് നമുക്ക് പ്രത്യാശ എന്ന് പറയണത്. കർത്താവ് പറഞ്ഞ വിഷയത്തിൽ വാക്കിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം എ.കെ. ആൻ്റണി മുഖ്യമന്ത്രി. എ.കെ. ആൻ്റണി ഈ 4 മാസം കഴിഞ്ഞപ്പോൾ ഫിഷർമെന് മാത്രം വേണ്ടി പ്രത്യേക പാക്കേജ് ഇറക്കി. അതിന് ഗ്രീൻ കാർഡെന്നാണ് വിളിക്കണത്. നോക്കി 90 ദിവസം മുമ്പാണ് ഈ മെസ്സേജ്, ഗ്രീൻ കാർഡിൻ്റെ മെസ്സേജ് വരണത്. ഇന്ന് അദ്ദേഹം MD എടുക്കുമ്പോഴും, മസ്കറ്റിൽ ഡോക്ടറാണ് ഇപ്പോൾ, MD എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫും വന്ന് ഉടമ്പടി എടുത്ത്. കാര്യം MDക്ക് നേരത്തെയുള്ള പല സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നില്ലായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയി, അത് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് MD എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോഴെന്ത് ചെയ്ത് വൈഫ് അമ്മയും കൂടി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ്, ആ ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം റിലീസായി. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ ഒരു അനുഗ്രഹത്തിന് അതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടമുണ്ട്. നമ്മൾ ആദ്യ ഘട്ടം പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോര സംഭവം. ഈ പ്രാർത്ഥന ദീർഘകാലം നിലനിൽക്കണം. ദീർഘകാലം നിലനിൽക്കാൻ ഒരു സിംഗിൾ പ്രെയറിന് പറ്റത്തില്ല. കാര്യം എന്താണ്, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വിദ്യകളുണ്ടായി പോകാം. ചിലപ്പോൾ നമുക്ക് മുമ്പേ ആൾക്കാർ നമ്മളെക്കാൾ യോഗ്യർ വന്ന് ആ സീറ്റ് ഫില്ലാക്കി കളയും. പിന്നെ നമ്മളെ പുറത്തായി പോവും. നമുക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷേ നമ്മളെക്കാൾ യോഗ്യതയുണ്ട്, സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു അനുഗ്രഹം ഒരിക്കലും അറ്റ് എ ടൈം കൊണ്ട് ഒരു സമയം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. അത് എന്നാണ് തീരണത് ആ കാലങ്ങളെല്ലാം ദീർഘകാലം. ഈ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് വിഷയമാണ്. ദീർഘകാലത്തിന് പാക്കേജുകളൊന്നുമില്ല. അതിന് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക എന്നുള്ള ഉടമ്പടി മാത്രമേ ഉള്ളതിന്. അതാണ് ഇത്. അതുകൊണ്ടാണ് നിയമാവർത്തനം പറയണത്. എന്താ പറയണത്? 4:40 ആകയാൽ ഏറ്റു പറഞ്ഞേ, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്തെ ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവേൻ. കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയാണ്? നന്മയുണ്ടാകാൻ. പക്ഷെ നന്മയുടെ പ്രശ്നം എന്താണ്? ചെറിയൊരു ടൈമിന് നമുക്ക് നന്മ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം പല വിഷയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാരണം കുറേ കാലത്തേക്ക് വേണം നമുക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അല്ലാതെ വേറെ ഓപ്ഷനില്ല. കുറേ കാലത്തേക്ക്. ഇപ്പം എന്താണ് അത്? MD പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ. ഇനി അപ്ഗ്രഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ ആ വിഷയത്തിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സ് ഏതെങ്കിലും അമേരിക്കയിൽ നിന്ന്, ഇപ്പം അദ്ദേഹം മസ്കറ്റിലാണ്, അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് വേറെ ഡോക്ടേഴ്സ് വന്ന കോമ്പറ്റീഷനായിപ്പോയി. പിന്നെ എന്ത് പറ്റും? പ്ലേസിനുള്ള അനുഗ്രഹം വേണം. എന്താണ് പ്ലേസ്? അത് നിസ്സാര കാര്യമല്ല. എവിടെയാണ് ആയിരിക്കുന്നു ആ സ്ഥലത്ത് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ഉണ്ട്, സ്ഥലമുണ്ട്. അതാ ഇവിടെ എഴുതിയിരിക്കണത്, ശാശ്വതമായ നിങ്ങൾക്ക് ശാശ്വതമായ ദേശത്ത്. ഒരു സ്ഥലത്ത്
ദീർഘകാലം. ചില ആൾക്കാർക്ക് ജോലി കിട്ടും, പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോരും. 5 കൊല്ലമേ ഉള്ളൂ, ശാശ്വതമല്ല. ജോലി കിട്ടി, പക്ഷേ മിക്കവാറും അടുത്ത കൊല്ലം പിരിയേണ്ടി വരുമെന്ന് പറയും. ശാശ്വതമല്ല. അപ്പം ഈ ശാശ്വതമായ കാര്യങ്ങൾക്ക് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുകയാണ്, പക്ഷേ ഇളയ മകളെ കെട്ടിക്കാനുള്ള കാശ് ആയിട്ടില്ല. 2 പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിട്ടു, അവരുടെ കാര്യങ്ങളെല്ലാം എടുത്തെങ്കിലും ഇനിയിപ്പോൾ റിട്ടയർ ആകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഇടയ കൊച്ചിൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വേറെ ഒരു ജോലി കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ്. ഇതിന് ശാശ്വതമായ സ്ഥലങ്ങൾ വേണം നമുക്ക്. ശാശ്വതമായ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരവും ശാശ്വതവുമായ സ്ഥലങ്ങൾ. അപ്പോൾ ദൈവം ബ്ലെസ് ചെയ്യണത് സ്ഥലത്തെയും ബ്ലെസ് ചെയ്യും, ടൈമിനെയും ബ്ലെസ് ചെയ്യും. ഈ ടൈമും സ്ഥലവും ബ്ലെസ് ചെയ്യുന്നതിനാണ് നമ്മൾ ദീർഘകാലം എന്ന് പറയണത്. ശാശ്വതമായ സ്ഥലവും ദീർഘമായ കാലവും. ഇതിനെന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് നിയമാവർത്തനം 4:40. ഇത് അമ്മ വളരെ ചുരുക്കി പറയണത് കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം? അവൻ പറയണത് പോലെ ചെയ്യാൻ. ആര്? ഈശോ പറയണത് പോലെ ചെയ്യാൻ. അപ്പം അതിനകത്ത് ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈശോ പറയണ പോലെ ചെയ്യാൻ. അതായത് നമ്മളപ്പോൾ ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? ഈശോയുമായിട്ട് നമ്മളെ അങ്ങ് ഈ കർത്താവ് പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഉടമ്പടി നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഈശോയുമായി കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെയാണ് വരാനുള്ളത്. അതായത് ഉടമ്പടി എന്താ ചെയ്യണത്? അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോഴേ ആ പുസ്തകത്തിൻ്റെ അവതാരിക KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ പ്രസിഡൻ്റാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഞാനിവിടുത്തെ ദൈവമേ, പിതാവ് ഈ പുസ്തകം വായിച്ചപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ കാമ്പ് അങ്ങോട്ട് പിതാവിന് മനസ്സിലായത്. അതായത് ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന്. അതായത് ഉടമ്പടി ആരും തെറ്റിദ്ധരിക്കേണ്ട അമ്മയിലേക്കുള്ള കേന്ദ്രീകൃതമാണെന്നല്ല, അമ്മ വഴി ക്രിസ്തുവിനോട് കേന്ദ്രീകൃതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഉടമ്പടി ദൈവ മനസ്സാണ്. എന്താ കാര്യം? യേശു പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ശ്രുതികടെ വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്താണ് ചെയ്യണത്? എങ്ങനെയാണ് ശാശ്വതമായ സ്ഥലത്തും ദീർഘകാലങ്ങളിലും നന്മയിൽ നിങ്ങൾ നിലനിർത്തുന്നത്? എങ്ങനെയാണ്? ഉടമ്പടി എന്താണ് ചെയ്യണത്? അഥവാ അവൻ പറയണത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെ എന്താണ് ചെയ്യണത്? കർത്താവുമായിട്ട് നിങ്ങളെ ഐക്യപ്പെടുത്തുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോഴ് കർത്താവാകുന്ന മുന്തിരിച്ചെടിയോട് അവൻ പറയണത് പോലെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവിടുത്തെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും പാലിച്ച് ജീവിതകാലം മുഴുവൻ ശാശ്വതമായ നന്മ പ്രകടിപ്പിക്കാൻ വേണ്ടി അമ്മ നമ്മളെ ഉടമ്പടി വഴി യേശുവിനോടാണ് ഐക്യപ്പെടുത്തുന്നത്. ഇതെങ്ങനെ ഐക്യപ്പെടുത്തണതെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ 14:15 വായിക്കുമ്പോഴേ, യോഹന്നാൻ 14:15
ഏറ്റു പറഞ്ഞ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് വിഷയം. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ കൽപ്പന പാലിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേട്ട നിയമാവർത്തനത്തിൻ്റെ 4:40 എന്താണ്? നിങ്ങൾക്ക് ദീർഘകാലം നന്മയുണ്ടാകാൻ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ. ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ഉടമ്പടിയും ദൈവസ്നേഹവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ഒരു താത്വികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല. ഉടമ്പടി ദൈവസ്നേഹം ഇല്ലാത്തവർക്ക് ഉടമ്പടി ഭരിക്കത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് അതിനെ കൂലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് മത്സരം പിടിക്കണില്ലേ. പല ആൾക്കാർക്കും ദൈവസ്നേഹമില്ല. ഉടമ്പടി അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ദൈവത്തോട് ദൈവസ്നേഹമില്ല ചെയ്യാൻ പറ്റത്തില്ല. ദൈവസ്നേഹമില്ല. ആദ്യം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? കാരണം ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു വരവാണ്. സ്നേഹം ഒരു വരവല്ലേ? വരമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴ് ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നു ഇല്ലേ? ഉടമ്പടിയിൽ നമ്മൾ 1 മണിക്കൂർ വചനം വായിക്കുന്നു ഇല്ലേ? അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ വചനം വായിക്കാൻ, അതുകൊണ്ട് വായിക്കുന്നു. കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗികളെ പോയി കാണാൻ, ആ ഉടമ്പടി പ്രകാരം രോഗികളെ പോയി കാണുന്നു. ഇങ്ങനെ കണ്ടാലും അതിൽ ദൈവസ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വൃഥാവായി പോകും. അതിനകത്ത് എല്ലാ കണ്ടൻറ്റിലും ദൈവസ്നേഹം വേണം, ഇല്ലെങ്കിൽ വൃഥാവായി പോകും. കാര്യം എല്ലാ വിഷയങ്ങൾക്കും അതാണ് യോഹൻ ഈ നമ്മൾ 2 കൊറിന്ത്യൻസില്ലേ, 2 കൊറിന്ത്യൻസിൽ 13:3 ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് വൃഥാവാണെന്നുള്ളത്, നമ്മൾ എന്ത് നിയമങ്ങൾ പാലിച്ചാലും എന്ത് ഉപവി പ്രവർത്തനങ്ങൾ ചെയ്താലും അതിൻ്റെ കണ്ടൻറ് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസ് 13:1-2 മുതൽ, അതായത് 13:1 വരെയുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവനം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസം നമുക്കുണ്ടാകും. ആർക്കാ വിശ്വാസമില്ലാത്ത? വിശ്വാസമില്ലാതെ ഉടമ്പടി ചെയ്യുക. പക്ഷേ ഉടമ്പടി വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി ദൈവസ്നേഹം കൊണ്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. വിശ്വാസം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എന്താണ്? പ്രൈമറി ഗ്രേസാണ്. ഇത് ആക്ടിവേറ്റിംഗ് ഗ്രേസ് എന്ന് പറയുന്നത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണ ദൈവസ്നേഹമാണ്. എൻ്റെ മക്കൾ വേറൊരു മാർഗവും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എടുത്ത എല്ലാവരും തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി, അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവിനോട് പച്ചക്ക് പറയണം. കർത്താവ്, ഞാൻ ഈ രോഗിയെ കാണുന്നു, അതുകൊണ്ടാണ് ബന്ധവും സ്വന്തവും ഒന്നും ഇതിൻ്റെ അകത്ത് കയറ്റി വിടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ലയബിലിറ്റി ഇല്ല, നമുക്ക് കടപ്പാട് അങ്ങനെ ആ രീതിയിലല്ല ഇത് പോണത്. സ്നേഹം എല്ലാവരോടും കടപ്പാടാണ്, എല്ലാവരോടും കടപ്പാട്. ഉടമ്പടി പ്രപഞ്ചത്തോടും പരിസ്ഥിതിയോടും മൃഗങ്ങളോടും മരങ്ങളോടും എല്ലാം ദൈവസ്നേഹം നമ്മളെ നിറച്ചുകൊണ്ടുള്ള ഒരു ദൈവത്തോടുള്ള ഐക്യപ്പെടുത്തലാണ്. എല്ലാത്തിനോടും ഐക്യപ്പെടും. ദൈവത്തെ നമ്മൾ മുന്തിരിച്ചെടിയായിട്ട് കണ്ടാൽ ദൈവത്തെ നാളെ ഒരു പട്ടിക്കുഞ്ഞായിട്ട് മുന്തിരിച്ചെടിയായിട്ട് കണ്ട പോലെ തന്നെ വേറെ ഒരു ജൈവ മേഖലയിലെ പ്രതീകമായിട്ട് കാണും. നമ്മളതിനെ ഉപദ്രവിക്കാതെയും സ്നേഹിച്ചും ലാളിച്ചും പരിസ്ഥിതിയെയും പ്രകൃതിയെയും വളർത്തുമ്പോൾ നമ്മൾ ഈ ദൈവസ്നേഹമായിരിക്കണം വളർത്തുന്നത്, അല്ല ബുദ്ധിയല്ല. മരം വെച്ച് കഴിഞ്ഞാൽ, ഒരു പച്ചക്കുട ഭൂമിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർബൺ കുറയും, ഓക്സിജൻ കൂടുതൽ കിട്ടും.
അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് കാർബൺ കുറക്കാൻ പറ്റും. അത് വെച്ച് ഭൗമ താപം കുറക്കാം. അതുപോലെ തന്നെ മഞ്ഞുരുക്കം കുറക്കാം, കടൽക്ഷോഭം കുറക്കാം എന്നൊക്കെ കുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് നമുക്ക് ശാസ്ത്രീയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അങ്ങനെ പറയുന്നത് കൊണ്ടല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഭൗമതാപം കുറയ്ക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഈ ദൈവസ്നേഹത്തോടെയാണ് കൊണ്ടാണ് നമ്മൾ സ്നേഹമില്ലാതെ ഇത് ചെയ്താൽ, പരിസ്ഥിതി പ്രവർത്തനം ചെയ്താലും ശരി, പട്ടിയെ വളർത്തിയാലും ശരി, എല്ലാം വൃഥാവാണ്. നീ എന്ത് ചെയ്യണത്? അത് നിനക്ക് ദീർഘകാലം നന്മ വേണോ? നീ ഏത് നന്മ ചെയ്യുന്നു അത് നിനക്ക് ശാശ്വതമായി വേണോ? നിനക്ക് ദൈവസ്നേഹം വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തോടെ ചെയ്യാൻ, ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി പ്രവർത്തനങ്ങള് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ.